എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 18-38 മുതൽ 40 വരെ. പീലാത്തോസ് അവനോട്, സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹായിൽ ഞാൻ നിങ്ങൾക്കൊരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ട് തരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, ഇവനെ വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബറബ്ബാസോ കവർച്ചക്കാരൻ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കൃപയാൽ വിമോചിതനായ ഒരു മനുഷ്യനായിരുന്നു ബറബ്ബാസ്. യേശു തമ്പുരാന്റെ പീഡാനുഭവ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം. 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ബറബ്ബാസിനെ കുറിച്ച് പരാമർശമുണ്ട്. സുവിശേഷ വിവരണങ്ങൾ അനുസരിച്ച് അയാൾ വളരെയധികം കേൾവി കേട്ട ഒരു തടവുകാരനായിരുന്നു. റോമ ഗവൺമെന്റിൽ നിന്നും പാലസ്തീനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങളിൽ, ഗറില്ല പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്ത, അങ്ങനെ ജയിലിലായ ആളും കൂടി ആയിരുന്നു ബറബ്ബാസ്. ബറബ്ബാസിന്റെ വിടുതലിനെ പറ്റിയുള്ള ചില ഉൾക്കാഴ്ചകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, യേശുവും ബറബ്ബാസും പ്രതിനിധീകരിച്ചത് പരസ്പര വിരുദ്ധങ്ങളായ ചിന്താധാരയും പ്രത്യയശാസ്ത്രവുമാണ്. ബറബ്ബാസ് ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ചോ അയാളുടെ ജയിൽവാസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുള്ളൂ. ബറബ്ബാസ് എന്ന പേര് ബർ എന്നും റാബാൻ എന്നുമുള്ള 2 പദങ്ങൾ സംയോജിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ റബ്ബിയുടെ പുത്രൻ എന്നായിരിക്കണം ആ വാക്കിന്റെ അർത്ഥം. റോമൻ അടിമത്തത്തിൽ നിന്നും പാലസ്തീനിനെ സ്വതന്ത്രമാക്കാൻ ശപഥം ചെയ്ത് സാമ്രാജ്യവിരുദ്ധ കലാപങ്ങളിൽ പങ്കെടുത്തിരുന്ന എരിവുകാർ തുടങ്ങിയ കലാപകാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവൻ ആയിരുന്നിരിക്കാം ബറബ്ബാസ്. സാധാരണ യഹൂദരുടെ ഇടയിൽ ജനസമ്മതി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബറബ്ബാസ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നേതാക്കന്മാരുടെ പ്രേരണയാൽ ആണെങ്കിൽ പോലും ജനങ്ങൾ അയാളുടെ മോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ബറബ്ബാസിന്റെ മാർഗത്തെ സ്വീകരിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അതിൽ നിന്നും വളരെ ഘടകവിരുദ്ധമായിരുന്നു. എങ്കിൽ പോലും ജനത്തിന് ആവശ്യം ബറബ്ബാസിനെ ആയിരുന്നു എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു വിരോധാഭാസമാണ്. 2, സൗമ്യതയുടെയും സ്നേഹദയവുകളുടെയും ആൾരൂപമായിരുന്ന യേശുവിനെ വിട്ടുകളഞ്ഞ് കൊലപാതക കുറ്റത്തിന് തടവിലായിരുന്നവനെ സ്വീകരിക്കുന്നതിന് യഹൂദ മതപുരോഹിതരും മതനേതാക്കന്മാരും ആഗ്രഹിച്ചു എന്നതും ഒരു വിരോധാഭാസമായി നമുക്കെടുക്കാം. കൊള്ളക്കാരേക്കാൾ അപകടകാരിയായി അവർ കണ്ടത് യേശുവിനെയാണ്. കൊള്ളക്കാരും കൊലപാതകരും നിയന്ത്രണമില്ലാത്ത വികാര വിക്ഷോഭങ്ങളുടെ ഇരകളായിരുന്നു. അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവരെ നിയന്ത്രണത്തിൽ നിർത്താൻ ഒരുപക്ഷെ ദണ്ഡനാധികാര ശക്തിയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് കഴിയും. എന്നാൽ ഉൾബോധ്യങ്ങളിലൂടെയും സുചിന്തിതവും ധ്യാനഭരിതവുമായ ശൈലിയിലൂടെയും ജീവിത ദൗത്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളവരെ ആർക്കും അടിച്ചമർത്താൻ കഴിയില്ല. മനുഷ്യ മനസ്സുകളിലാണ് വലിയ മാറ്റങ്ങൾ ആരംഭം കുറിക്കുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് സംഭവിക്കുന്ന രൂപാന്തരങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു വിപ്ലവത്തെയാണ്
യേശു വിഭാവന ചെയ്തത്. ഘടനകളുടെയും സംവിധാനങ്ങളുടെയും പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഏതു മാനുഷിക ഘടനകൾക്കും സ്വീകാര്യമാകുന്നത് കൊള്ളക്കാരുടെ ശൈലിയും കാഴ്ചപ്പാടുമാണ്. യേശു അവർക്ക് ശത്രുവായി തോന്നാം. മൂന്നാമത്, യേശു കർത്താവ് തൻ്റെ മരണത്തിലൂടെ വീണ്ടെടുത്ത പാപികളുടെ പ്രതിനിധിയാണ് ബറബാസ്. സ്വതന്ത്രനാക്കപ്പെട്ട ബറബാസിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നില്ല. ജോൺ ഓക്സൺ ഹോം എന്ന എഴുത്തുകാരൻ്റെ ഭാവന വില്യം ബാർക്ലേ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്റർപ്രിട്ടേഷനിൽ. സ്വതന്ത്രനായ നാഴികയിൽ ബറബാസ് അയാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നാൽ അയാൾ പിന്നീട് തൻ്റെ സ്വാതന്ത്ര്യത്തിന് കാരണക്കാരനായ യേശുവിന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ടതിന് യേശുവിൻ്റെ വഴിത്താരകൾ നിരീക്ഷിച്ചു. യേശു കുരിശെടുത്ത് നീങ്ങുന്നത് കണ്ടിട്ട്, അയ്യോ, ആ കുരിശ് ഞാനായിരുന്നുവല്ലോ വഹിക്കേണ്ടത്, അയാളായിരുന്നില്ലല്ലോ എന്ന് ആത്മഗതം ചെയ്തു. യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട്, ഞാനായിരുന്നുവല്ലോ ആ കുരിശിൽ തൂക്കപ്പെടേണ്ടത്, യേശു ആയിരുന്നില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞു. യേശുവാണ് തന്നെ രക്ഷിച്ചതെന്ന് അയാൾ ആത്മാവിൽ കണ്ടെത്തി. ഒരുപക്ഷെ ഇതൊരു കേവല ഭാവന മാത്രമായിരുന്നിരിക്കാം. എന്നാൽ ബറബാസ് തൻ്റെ മോചനത്തിലൂടെയും പിന്നീടുള്ള സ്വതന്ത്ര ജീവിതത്തിലൂടെയും പ്രസ്താവിക്കുന്നത് ക്രൂശിൻ്റെ വിമോചന സന്ദേശമാണ്. നമുക്കും അതുമാത്രമേ പറയാനുള്ളൂ. നമുക്ക് വേണ്ടി ക്രൂശ് മരിച്ച, നമുക്ക് വേണ്ടി ക്രൂശ് വഹിച്ച, നമുക്ക് വേണ്ടി അപമാനിതനായ, നമുക്ക് വേണ്ടി രക്തം ചിന്തി കർത്താവ് നമുക്ക് പകരം കുറ്റമേറ്റവനാണ്, നമുക്ക് പകരം രക്തം ചിന്തിയവനാണ്. ആ ദൈവ സന്നിധിയിൽ നമ്മളോട് കർത്താവിനോടുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, രക്ഷയ്ക്ക് വേണ്ടി രക്തബന്ധം അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ആ വലിയ ബോധ്യത്തിലും ബന്ധത്തിലും കമ്മിറ്റ്മെൻറ്റിലുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വ നിർവഹണത്തോടെ കർത്താവ് വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ തമ്പുരാനായി അവിടുന്ന് കരം പിടിച്ചു നടത്തണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.